നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. തൊടുപുഴ നഗരസഭയുടെ ചെയർപേഴ്സണെ മാറ്റുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ലെന്ന് മുസ്ലിം ലീഗ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് KM ഷുക്കൂർ. മുൻ MLA അന്തരിച്ച വാഴൂർ സോമന്റെ 1ാം ചരമവാർഷിക സമ്മേളനത്തിന്റെ നടത്തിപ്പിനായി സ്വാഗത സംഘം രൂപീകരിച്ചു. ഇതോടനുബന്ധിച്ച് നടത്തിയ യോഗം CPI സംസ്ഥാന കൗൺസിൽ അംഗം K. ജോസ് ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. സെൻസസ് മരം നട്ട് കരിങ്കുന്നം സെന്റ് അഗസ്റ്റിൻ സ്കൂൾ. ഇതോടെ ഒരു മാസക്കാലമായി അധ്യാപകർ നടത്തിയ സെൻസസ് പ്രവർത്തനങ്ങളുടെ 2ാം ഘട്ടത്തിന് പരിസമാപ്തി കുറിച്ചു. സ്കൂളിൽ പരിസ്ഥിതി സംരക്ഷണ ദിനാചരണത്തോടനുബന്ധിച്ചാണ് വ്യത്യസ്തമായ ഈ പരിപാടി നടത്തിയത്. PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ടു പോകുന്ന കാര്യത്തിൽ UDF-നുള്ളിൽ ഇതുവരെ ചർച്ചയൊന്നും നടന്നിട്ടില്ലെന്ന് IUML നേതാവ് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. വാർത്തകൾ വിശദമായി. തൊടുപുഴ നഗരസഭ ചെയർപേഴ്സണെ മാറ്റുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ലെന്ന് മുസ്ലിം ലീഗ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് KM ഷുക്കൂർ. മുസ്ലിം ലീഗിന്റെ ചെയർപേഴ്സണെ മാറ്റാൻ കോൺഗ്രസിന് പറയാൻ അധികാരമില്ല. കോൺഗ്രസ് അത്തരത്തിൽ നിർദ്ദേശം വെക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആദ്യ ചെയർമാൻ ലീഗിന് എന്ന ഒരു എഗ്രിമെന്റ് ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിലാണ് സീറ്റിൽ അല്പം കുറവാണെങ്കിലും മുസ്ലിം ലീഗ് ചെയർപേഴ്സണായത്. മുസ്ലിം ലീഗ് പാർട്ടി ചെയർപേഴ്സണെ തെരഞ്ഞെടുക്കുമ്പോൾ അങ്ങനെ മാറ്റുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല. ആലോചിക്കേണ്ട ഒരു സാഹചര്യം നിലവിലില്ല എന്നാണ്. മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ച് മുസ്ലിം ലീഗും കോൺഗ്രസും അവരുടെ ജില്ലാ കമ്മിറ്റിയുടെ ഒരു നിയന്ത്രണത്തോടു കൂടിയാണ് മുനിസിപ്പാലിറ്റി പോകുന്നത്. ഇപ്പോൾ ചെയർപേഴ്സൺ സാധാരണ തന്നെ മാറ്റുന്നതിനെ കുറിച്ച് ആരും ഇല്ല. രാജി ഞങ്ങളെ അറിയിച്ചിട്ടില്ല. ചെയർപേഴ്സൺ രാജിയോ ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നൊന്നും ഞങ്ങളെ അറിയിച്ചിട്ടില്ല. ഭരണപരമായ അല്ലെങ്കിൽ അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ട്. ലീഗിന്റെ ഭാഗത്ത് ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ഈ ചോദ്യം വീണ്ടും ആവർത്തിക്കുന്നത് എന്താണ്? കോൺഗ്രസും UDF-നകത്ത് അങ്ങനെ ഒരു ആശയപരമായ പ്രശ്നമില്ല. കോൺഗ്രസും മുസ്ലിം ലീഗ് തമ്മിൽ യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. ഞങ്ങൾ ഒറ്റക്കെട്ടായാണ് നീങ്ങുന്നത്. മുസ്ലിം ലീഗ് ജില്ലാ ഭാരവാഹികളുടെ യോഗം നിർദ്ദേശിച്ച 3 ആളുകൾ അവിടെ പാർലമെന്റ് പാർട്ടി യോഗം വിളിച്ചുകൂട്ടി അവിടെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടോ ജനങ്ങളുടെ ഇടയിൽ പറയുന്നത് അതിനെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മിറ്റി ചോദിച്ച റിപ്പോർട്ട് ഞങ്ങളെ കിട്ടിയിട്ടില്ല. ഇന്നലെ കോൺഗ്രസിന്റെ പാർലമെന്റ് പാർട്ടി യോഗം കൂടിയിട്ടുണ്ട്. അതിന്റെ റിപ്പോർട്ട് ഞങ്ങളെ കിട്ടി. ആ 2 റിപ്പോർട്ടും കിട്ടി. ഞങ്ങളിത് പരിശോധിച്ച് എന്താണോ തിരുത്തേണ്ടത് ഭരണം നടക്കുക എന്നതാണ് നമ്മുടെ ആവശ്യം. തൊഴിൽ മുനിസിപ്പാലിറ്റി പറഞ്ഞ് പരിഹരിച്ചു മുമ്പോട്ട്. മുൻ MLA അന്തരിച്ച വാഴൂർ സോമന്റെ 1ാം ചരമവാർഷിക സമ്മേളനത്തിന്റെ നടത്തിപ്പിനായി സ്വാഗത സംഘം രൂപീകരിച്ചു. ഇതോടനുബന്ധിച്ച് നടത്തിയ യോഗം CPI സംസ്ഥാന കൗൺസിൽ അംഗം K. ജോസ് ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. HEL യൂണിയൻ പ്രസിഡന്റ് M. ആന്റണി അധ്യക്ഷത വഹിച്ചു. ഓഗസ്റ്റ് 21-ന് പഴയ പാമ്പനാട്ടിലെ വാഴൂർ സോമൻ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തും. ഓഗസ്റ്റ് 23-ന് വണ്ടിപ്പെരിയാറിൽ അനുസ്മരണ സമ്മേളനം. മുൻ MLA-യും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും AITUC-യുടെയും സംസ്ഥാന നേതാവുമായിരുന്ന വാഴൂർ സോമന്റെ 1ാം ചരമവാർഷിക സമ്മേളനത്തിന്റെ നടത്തിപ്പിനായി സ്വാഗത സംഘം രൂപീകരിച്ചു. പീരുമേട് HEL യൂണിയൻ ഓഫീസിൽ ചേർന്ന യോഗം CPI സംസ്ഥാന കൗൺസിൽ അംഗം K. ജോസ് ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. HEL യൂണിയൻ പ്രസിഡന്റ് M. ആന്റണി അധ്യക്ഷത വഹിച്ചു. ഓഗസ്റ്റ് 21-ന് പഴയ പാമ്പനാട്ടിലെ വാഴൂർ സോമൻ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തും. ഓഗസ്റ്റ് 23-ന് വണ്ടിപ്പെരിയാറ്റിൽ അനുസ്മരണ സമ്മേളനവും ചേരും. സ്വാഗത സംഘം ഭാരവാഹികളായി M. ആന്റണി ജനറൽ കൺവീനർ, Y. ജയൻ ചെയർമാൻ, VK ബാബുക്കുട്ടി കൺവീനർ എന്നിവരെ തെരഞ്ഞെടുത്തു. യോഗത്തിൽ നേതാക്കളായ അഡ്വക്കേറ്റ് സോബിൻ സോമൻ, PJ ടൈറ്റസ്, കുസുമം സതീഷ്, R. വിനോദ്, AM ചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. സെൻസസ് മരം നട്ട് കരിങ്കുന്നം സെന്റ് അഗസ്റ്റിൻ സ്കൂൾ. ഇതോടെ ഒരു മാസക്കാലമായി അധ്യാപകർ നടത്തിയ സെൻസസ് പ്രവർത്തനങ്ങളുടെ 2ാം ഘട്ടത്തിന് പരിസമാപ്തി കുറിച്ചു. സ്കൂളിലെ പരിസ്ഥിതി സംരക്ഷണ ദിനാചരണത്തിന്റെ ഭാഗമായാണ് വ്യത്യസ്തമായ ഈ പരിപാടി നടത്തിയത്. സ്കൂളിലെ 16 അധ്യാപക അനധ്യാപക ഉദ്യോഗസ്ഥർ ചേർന്നാണ് പരിസ്ഥിതി സംരക്ഷണത്തിനായി സെൻസസ് മരം നട്ടുപിടിപ്പിച്ചത്. സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ലിൻസി അലക്സ് ആശംസ നേർന്നു. കരിങ്കുന്നം സെന്റ് അഗസ്റ്റിൻ സ്കൂളിൽ സെൻസസ് മരം നട്ടുകൊണ്ട് കഴിഞ്ഞ ഒരു മാസക്കാലമായി അധ്യാപകർ നടത്തിയ സെൻസസ് പ്രവർത്തനങ്ങളുടെ 2ാം ഘട്ടത്തിന് പരിസമാപ്തി കുറിച്ചു.
സ്കൂളിലെ പരിസ്ഥിതി സംരക്ഷണ ദിനാചരണത്തിന്റെ ഭാഗമായാണ് വ്യത്യസ്തമായ ഈ പരിപാടി നടത്തിയത്. സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ലിൻസി അലക്സ് യോഗത്തിൽ ആശംസ നേർന്ന് സംസാരിച്ചു. കരിങ്കുന്നം സെന്റ് അഗസ്റ്റിൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ 16ഓളം അധ്യാപക അനധ്യാപകർ സെൻസസ് ഡ്യൂട്ടിക്കായി നിയമിക്കപ്പെട്ടു. ഇതിൽ 11 ഹൈസ്കൂൾ അധ്യാപകർ എന്യൂമറേറ്റേഴ്സ് ആയിട്ടും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിന്ന് 5 അധ്യാപകർ സൂപ്പർവൈസേഴ്സ് ആയിട്ടും നിയമിച്ചു. ഞങ്ങൾക്ക് ഏറ്റവും മനോഹരമായ രീതിയിൽ തന്നെ പ്രശംസനീയമായ രീതിയിൽ സമയബന്ധിതമായി തന്നെ ഈ ഡ്യൂട്ടി പൂർത്തീകരിക്കാൻ സാധിച്ചു എന്നതിൽ ഏറെ സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള പിന്തുണകൾ നൽകിയ ഞങ്ങളുടെ സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ലിൻസി അലക്സ്, ഹെഡ് മിസ്റ്റർ സിസ്റ്റർ നമിത, പ്രിയപ്പെട്ട ഞങ്ങളുടെ സഹപ്രവർത്തകർ, എല്ലാ സഹകരണവും നൽകിയ സർക്കാർ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ, അതുപോലെ തന്നെ ഞങ്ങളോട് ഒത്തിരി സഹകരിച്ച പ്രിയപ്പെട്ട നാട്ടുകാർ, എല്ലാവരോടുമുള്ള ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി പറയാനായിട്ട് കൂടി ഈ അവസരം ഞങ്ങൾ വിനിയോഗിക്കുകയാണ്. ദേശീയ ഫലമായ മാവിൻ തൈയാണ് സ്കൂളിൽ നട്ടത്. സ്കൂൾ പ്രധാന അധ്യാപിക സിസ്റ്റർ നമിത, പ്രോഗ്രാം കോർഡിനേറ്റർ ജിനോ തോമസ്, അധ്യാപകർ, അനധ്യാപകർ, വിദ്യാർത്ഥി പ്രതിനിധികൾ എന്നിവർ നേതൃത്വം നൽകി. അധ്യാപകർ സെൻസസ് ജോലികൾ പൂർത്തിയാക്കുമ്പോഴും സ്കൂളിലെ പ്രവർത്തനങ്ങൾക്ക് യാതൊരു മുടക്കവും വരുത്തിയിട്ടില്ലെന്ന് പ്രിൻസിപ്പൽ കൂട്ടിച്ചേർത്തു. At St. Augustine's Higher Secondary School, Karingundam, our teachers lead by example both in the classroom and in service to the society. I am thrilled to share that our teachers have successfully wrapped up the first phase of census responsibilities with remarkable efficiency, managing national duty alongside rigorous school schedules demonstrates their true spirit. To our wonderful team, thank you for bringing honor to our school and showing our students with pride what public service looks like. Thank you. 10 വർഷത്തിൽ ഒരിക്കൽ മാത്രം ലഭിക്കുന്ന സെൻസസ് ജോലികൾ ഉത്തരവാദിത്തത്തോടെയും കൃത്യതയോടെയുമാണ് അധ്യാപകർ ചെയ്തതെന്നും പ്രിൻസിപ്പൽ വ്യക്തമാക്കി. കഴിഞ്ഞ 1 മാസക്കാലമായി ത്യാഗപൂർവ്വം സേവനം ചെയ്ത അധ്യാപകരെ അനുമോദിക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ടു പോകുന്ന കാര്യത്തിൽ UDF-നുള്ളിൽ ഇതുവരെ ചർച്ചയൊന്നും നടന്നിട്ടില്ലെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. ഇക്കാര്യത്തിൽ UDF-നും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനും ഒരേ നിലപാടാണുള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കി. PM ശ്രീ പദ്ധതിയിൽ നിന്ന് എങ്ങനെ പിന്മാറാമെന്നതിലാണ് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഭാവി നടപടികൾ എന്തായിരിക്കുമെന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. വിഷയത്തിൽ MP അബ്ദുൾ വഹാബിന് കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ച മറുപടിയെക്കുറിച്ചുള്ള ചോദ്യത്തിന് നേരിട്ടുള്ള മറുപടി നൽകുന്നതിൽ നിന്ന് കുഞ്ഞാലിക്കുട്ടി ഒഴിഞ്ഞുമാറി. ആ റിപ്പോർട്ട് വെറുതെയാണ്. കാരണം ഇന്നലെ UDF-ല് PMC സംബന്ധിച്ച് യാതൊരുവിധ ചർച്ചയുണ്ടായില്ല. ലീഗ് വേറെ അഭിപ്രായം പറഞ്ഞു, കോൺഗ്രസ് വേറെ അഭിപ്രായം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഉണ്ടാക്കുന്നത് അടിസ്ഥാനരഹിതമായ ഒരു വാർത്തയാണ്. ഇന്നലെ ചർച്ച ചെയ്തിട്ടില്ല, ഇന്നലെ അങ്ങനെ അജണ്ട ഉണ്ടായിരുന്നില്ല. ആ വിഷയം ചർച്ച ചെയ്തിട്ടേ ഇല്ല ഇന്നലെ. ഇപ്പോഴുള്ള പൊസിഷൻ എന്ന് പറയുന്നത് നേരത്തെ ഉള്ളത് തന്നെയാണ്. അതായത് ക്യാബിനറ്റ് ഒരു സബ് കമ്മിറ്റിയെ വെച്ചിരിക്കുന്നു. ആ സബ് കമ്മിറ്റിയെ വെച്ചതിന് ശേഷം കേരള ഗവൺമെന്റ് ഇത് സംബന്ധിച്ച് എന്താണ് ഗവൺമെന്റ് പറയാനുള്ള റിപ്പോർട്ട് പഠിച്ച ശേഷം UDF-ഉം പറയും, അതുപോലെ തന്നെ പിന്നെ മുഖ്യമന്ത്രിയും പറയും. ഞങ്ങളൊക്കെ ഒരുമിച്ചൊരു അഭിപ്രായം പറയും. രണ്ടഭിപ്രായം ഇല്ല, ഒറ്റഭിപ്രായമേ ഉള്ളൂ. ഇടതുപക്ഷ ഗവൺമെന്റ് നടപ്പിലാക്കിയ ഒരു പദ്ധതി അവർക്കും അറിയാം, ഞങ്ങൾക്കും അറിയാം, നാട്ടുകാർക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. അതിന്റെ പ്രയാസങ്ങളും സാങ്കേതിക പ്രശ്നങ്ങളും അത് വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആക്കിയിരിക്കുകയാണ് എന്നുള്ളത് നിയമസഭയിൽ തന്നെ അവർ പറഞ്ഞതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫണ്ട് കിട്ടാതാവും, അപ്പം ഞങ്ങൾ ഒപ്പിട്ടതാണ്. എന്നാൽ അതിന്റെ പറഞ്ഞ അർത്ഥം എന്താ? ഫണ്ട് കിട്ടാതാവുന്നത് കൊണ്ട് ഞങ്ങൾ ഒപ്പിട്ടതാണ്. ഒപ്പിട്ടു എന്നുള്ളത് അവരാണ് ഒപ്പിട്ടത്. ഇനി ഇന്ന് എങ്ങനെയാണെന്ന് സബ് കമ്മിറ്റി പറയണം. അതല്ല, കേരളത്തില് അവർ പറയുന്ന കണ്ടീഷൻസ് ഒന്നും പാലിക്കാതെ വല്ല മാർഗം ഉണ്ടോ എന്നുള്ളത് നോക്കണം. ഒരു നിലക്കും അവർ പറഞ്ഞ കണ്ടീഷനൊന്നും പാഠ്യപദ്ധതിയിലോ സ്കൂൾ സെലക്ഷനിലോ കേരളത്തിൽ നടപ്പാവാൻ പോകുന്നില്ല. ഒരു സംശയം ആ കാര്യത്തിൽ വേണ്ട. അങ്ങനെ ഒരു ഘട്ടം വരുമ്പോൾ എന്ത് വേണമെന്ന് ഞങ്ങൾ അപ്പം തീരുമാനിക്കും, പറയും. ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത 101% ഇല്ലാത്തതാണ്. അങ്ങനെ ഒരു സംഭവം, ഒരു ചർച്ച അവിടെ ഉണ്ടായി. എന്നിട്ട് ഞങ്ങൾ വേറെ അഭിപ്രായം പറഞ്ഞു, മറ്റൊരു കോൺഗ്രസ് 100% ഇല്ലാത്ത വാർത്ത. പത്തനംതിട്ടയിൽ 9 വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ അറസ്റ്റിലായ 66കാരനെ റിമാൻഡ് ചെയ്തു. ചിറ്റാർ ഫാക്ടറിപ്പടി മാമല പുത്തൻപുരയിൽ വീട്ടിൽ ഫിലിപ്പോസിനെയാണ് ചിറ്റാർ പോലീസ് അറസ്റ്റ് ചെയ്തത്. 2 മാസം മുൻപ് സ്കൂൾ അവധിക്കാലത്താണ് സംഭവം നടന്നതെന്ന് പോലീസ് അറിയിച്ചു. ചിറ്റാർ SHO A അനീസ്, SCPOമാരായ ശ്രീകുമാർ, പ്രവീൺ, CPO അൻവർ ഷാ എന്നിവരടങ്ങുന്ന അന്വേഷണ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്.
കഴിഞ്ഞ 17 വർഷമായി തൊടുപുഴയുടെ സുവർണ നിമിഷങ്ങൾക്ക് മാറ്റിയേക്കിയ പെരുനിലം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുതിയ രൂപത്തിലും ഭാവത്തിലും. നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച നിയമസഭാ ചീഫ് വിപ്പും തൊടുപുഴ MLAയുമായ അബു ജോൺ ജോസഫ് നിർവഹിക്കും. ഉദ്ഘാടന സമയത്ത് സന്നിഹിതരായിരിക്കുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ ഒന്നാം സമ്മാനമായി 30,000 രൂപ, രണ്ടാം സമ്മാനമായി 20,000 രൂപ, മൂന്നാം സമ്മാനമായി 10,000 രൂപ എന്നിങ്ങനെ നൽകും. ഉദ്ഘാടനം പ്രമാണിച്ച് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 30% ഡിസ്കൗണ്ട്. കൂടാതെ പർച്ചേസ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ഗോൾഡ് കോയിൻ നേടാനും അവസരമുണ്ട്. ഇത്രയും കാലം ഉണ്ടായിരുന്ന സഹകരണം തുടർന്നും ഉണ്ടാകണമെന്ന് മാനേജ്മെന്റ് അഭ്യർത്ഥിച്ചു. പെരുനിലം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ നവീകരിച്ച ഷോറൂം ഓഗസ്റ്റ് 1 ശനിയാഴ്ച രാവിലെ 10 മണിക്ക് ബഹുമാനപ്പെട്ട ഗവൺമെൻറ് കേരള ചീഫ് വിപ്പ് അപ്പു ജോൺ ജോസഫ് MLA നിർവഹിക്കുന്നതാണ്. ഈ ചടങ്ങിലേക്ക് നിങ്ങളേവരുടെയും സാന്നിധ്യം ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. പെരുനിലം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ട്രെൻഡിങ് സ്വർണ്ണാഭരണങ്ങൾ മാത്രമല്ല, കൈനിറയെ സമ്മാനങ്ങളും ക്യാഷ് പ്രൈസും ഗോൾഡ് കോയിനും ഒരുക്കിയിട്ടുണ്ട്. അതുകൂടാതെ ഡയമണ്ട് ഓർണമെൻറ്റ്സിന് പണിക്കൂലിയിൽ 30% ഓഫറും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 17 വർഷമായി തൊടുപുഴയിൽ മാർക്കറ്റ് റോഡിൽ പ്രവർത്തിക്കുന്ന പെരുനിലം ജുവല്ലേഴ്സിന് നിങ്ങൾ നൽകി വന്ന എല്ലാ സഹകരണത്തിനും പിന്തുണയ്ക്കും ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു. വ്യത്യസ്തവും ആകർഷകവുമായ ഗൃഹോപകരണങ്ങൾ ഒരുക്കിക്കൊണ്ട് വെറൈറ്റി ഫർണിച്ചർ ഓഗസ്റ്റ് 1 തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിക്കും. തൊടുപുഴ ഗാന്ധി സ്ക്വയർ റോഡിൽ KSRTC ഡിപ്പോയ്ക്ക് സമീപം സിസിലിയ ഹോട്ടലിന് എതിർവശത്തായാണ് സ്ഥാപനം പ്രവർത്തനം തുടങ്ങുന്നത്. നിയമസഭാ ചീഫ് വിപ്പും തൊടുപുഴ MLAയുമായ അബു ജോൺ ജോസഫ് വെറൈറ്റി ഫർണിച്ചറിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉപയോക്താക്കൾക്കായി മികച്ച ഓഫറുകളാണ് നൽകുന്നത്. ചടങ്ങിൽ നാട മുറിച്ചു കഴിഞ്ഞ ഉടനെ ആദ്യമായി കടയിലേക്ക് കയറുന്ന 2 പേർക്ക് 8,000 രൂപ വില വരുന്ന ദിവാൻ കോട്ട് 999 രൂപയ്ക്ക് നൽകും. ഇതിനു പുറമെ വിവിധ ഓഫറുകളും ഒരുക്കിയിട്ടുണ്ട്. ഓഗസ്റ്റ് 20 വരെ ആദ്യമെത്തുന്ന 10 കസ്റ്റമേഴ്സിന് 1 രൂപ നിരക്കിൽ തലയിണ വാങ്ങാൻ അവസരമുണ്ട്. 15,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ദിവാൻ കോട്ട് സൗജന്യമായി നൽകും. 60,000 രൂപയുടെ ഓരോ പർച്ചേസിനും ദിവാൻ കോട്ട് ഫ്രീ ആയി ലഭിക്കും. കൂടാതെ തടിയിൽ പണിതീർത്ത കട്ടിൽ, അലമാര, ഡൈനിങ് ടേബിൾ, കസേര, സോഫ സെറ്റ്, ടീപ്പോയ്, ബെഡ് തുടങ്ങിയവയ്ക്കും മികച്ച ഓഫറുകളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. തൊടുപുഴ പുളിയന്മല സംസ്ഥാന പാതയിൽ കരിപ്പിലങ്ങാടിന് സമീപം വൻമരം കടപുഴകി റോഡിലേക്ക് വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. റോഡരികിലെ ഉയർന്ന പ്രദേശത്ത് നിന്നിരുന്ന മരം ഇലക്ട്രിക് ലൈനുകൾക്ക് മുകളിലൂടെയാണ് റോഡിലേക്ക് പതിച്ചത്. ഉച്ചയ്ക്ക് 1 മണിയോടെയായിരുന്നു സംഭവം. തൊടുപുഴ പുളിയന്മല സംസ്ഥാന പാതയിൽ കരിപ്പലങ്ങാടിന് സമീപം വൻമരം കടപുഴകി റോഡിലേക്ക് വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. റോഡരികിലെ ഉയർന്ന പ്രദേശത്ത് നിന്നിരുന്ന മരം ഇലക്ട്രിക് ലൈനുകൾക്ക് മുകളിലൂടെയാണ് റോഡിലേക്ക് പതിച്ചത്. ഉച്ചയ്ക്ക് 1 മണിയോടെയായിരുന്നു സംഭവം. വിവരമറിഞ്ഞെത്തിയ മൂലമറ്റം അഗ്നിരക്ഷാ സേനാ നിലയത്തിലെ സേനാംഗങ്ങൾ JCBയുടെ സഹായത്തോടെ മരം മുറിച്ചുമാറ്റി ഗതാഗതം പൂർണ്ണമായി പുനഃസ്ഥാപിച്ചു. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ KA ജാഫർ ഖാന്റെ നേതൃത്വത്തിൽ നടന്ന രക്ഷാപ്രവർത്തനത്തിൽ സീനിയർ ഫയർ ഓഫീസർ ജിൻസ് മാത്യു, ഫയർ ഓഫീസർമാരായ സിജു MP, റോയി മാത്യു, ജെയിംസ് തോമസ്, അനീഷ് K ഷാജി, അഫ്സൽ ഖാൻ എന്നിവർ പങ്കെടുത്തു. സംഭവസ്ഥലത്ത് കുളമാവ് പോലീസും KCB അധികൃതരും എത്തി ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ന്യൂസ് ബ്യൂറോ, മൂലമറ്റം. പോക്സോയും ആത്മഹത്യാ പ്രേരണയും ചുമത്തിയ കേസിൽ പ്രതി കുറ്റവിമുക്തനായി. 2019 കരിങ്കുന്നം പോലീസ് സ്റ്റേഷനിൽ പോക്സോ നിയമപ്രകാരവും
ആത്മഹത്യാ പ്രേരണ കുറ്റവും ചുമത്തി രജിസ്റ്റർ ചെയ്ത കേസിലാണ് 34-കാരനായ പ്രതി PS അജിത്തിനെ കോടതി കുറ്റവിമുക്തനാക്കിയത്. വിചാരണയിൽ ഹാജരാക്കിയ തെളിവുകളും സാക്ഷിമൊഴികളും സമഗ്രമായി വിലയിരുത്തിയ കോടതി പ്രതിക്കെതിരായ കുറ്റാരോപണങ്ങൾ നിയമപരമായി തെളിയിക്കപ്പെട്ടിട്ടില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് കുറ്റവിമുക്തനാക്കിയത്. പ്രതിക്ക് വേണ്ടി അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കെ ജോസ്, അഡ്വക്കേറ്റ് സ്റ്റീഫൻ ജേക്കബ്, അഡ്വക്കേറ്റ് സൂസാന സെബാസ്റ്റ്യൻ എന്നിവർ ഹാജരായി. സുഹൃത്തിനെ ആക്രമിച്ച കേസിൽ പ്രതിക്ക് 5 വർഷം തടവ് ശിക്ഷ വിധിച്ചു. പടിഞ്ഞാറേക്കോടുകുളം ഐരാമ്പള്ളിൽ കുടിലമറ്റത്തിൽ കട്ടകെട്ടി ബിജു എന്നറിയപ്പെടുന്ന KK ബിജുവിനെയാണ് 5 വർഷം തടവിനും 30,000 രൂപ പിഴ അടയ്ക്കുന്നതിനും ശിക്ഷിച്ചത്. തൊടുപുഴ 3rd അഡീഷണൽ ജില്ലാ കോടതി ജഡ്ജി SS സീനയാണ് ശിക്ഷ വിധിച്ചത്. കോടിക്കുളം പൂത്തോപ്പിള്ളിൽ വീട്ടിൽ സിജുവിനെ മാരകായുധം ഉപയോഗിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ഇത് തടയാൻ ശ്രമിച്ച കൊല്ലപ്പറമ്പിൽ ജഗദീഷിനെ ഉപദ്രവിക്കുകയും ചെയ്ത കേസിലാണ് ബിജുവിനെ ശിക്ഷിച്ചത്. കേസിൽ പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് ജോണി അലക്സ് മഞ്ഞിക്കുന്നിൽ ഹാജരായി. കാളിയാർ SHO ആയിരുന്ന ഹണിയാണ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത്. മുന്നറിയിപ്പുകൾ ആവർത്തിച്ചു നൽകിയിട്ടും ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനുകളിൽ കയറാനും ഇറങ്ങാനും ശ്രമിക്കുന്ന അപകടകരമായ പ്രവൃത്തി യാത്രക്കാർ ഇപ്പോഴും തുടരുകയാണെന്ന് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ഉദ്യോഗസ്ഥൻ. കഴിഞ്ഞ ദിവസം ചലിച്ചു തുടങ്ങിയ ട്രെയിനിൽ കയറാനായി ശ്രമിക്കുന്നതിനിടെ പ്ലാറ്റ്ഫോമിനും ട്രെയിനിനും ഇടയിലേക്കുള്ള വിടവിലേക്ക് വീഴാൻ തുടങ്ങിയ വനിതാ യാത്രക്കാരിയെ രക്ഷിച്ച RPF ഉദ്യോഗസ്ഥൻ KV സന്തോഷാണ് ഇക്കാര്യം പറഞ്ഞത്. ട്രെയിൻ നീങ്ങി തുടങ്ങിയിരുന്നതിനാൽ അവർക്ക് ചാടിക്കയറാൻ സാധിച്ചില്ല. ബാലൻസ് നഷ്ടപ്പെട്ട യാത്രക്കാരി പ്ലാറ്റ്ഫോമിനും ട്രെയിനിനും ഇടയിലുള്ള വിടവിലേക്ക് വീഴാൻ തുടങ്ങുകയായിരുന്നു. ട്രെയിൻ നീങ്ങി തുടങ്ങുമ്പോൾ ഡ്യൂട്ടിയിലുള്ളവരെല്ലാം വിസിൽ മുഴക്കിയും മറ്റും യാത്രക്കാർക്ക് നിരന്തരം നിർദ്ദേശം നൽകാറുണ്ട്. മെഗാഫോൺ വഴിയും മുന്നറിയിപ്പ് നൽകുന്നു. എന്നിട്ടും യാത്രക്കാർ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. നേരത്ത് സെക്കന്ദരാബാദിൽ നിന്നും തിരുവനന്തപുരം പോകുന്ന ശബരി എക്സ്പ്രസ് പ്ലാറ്റ്ഫോം നമ്പർ 1 വന്ന് പുറപ്പെടുന്ന സമയം, ഈ സമയത്താണ് ഒരു ലേഡി പാസഞ്ചർ പെട്ടെന്ന് ജനറൽ കോച്ചിലേക്ക് ഓടിക്കയറുന്നത്. ട്രെയിൻ കുറച്ച് മൂവ് ആയ കാരണം ലേഡി പാസഞ്ചറിന് കുറച്ച് ബാലൻസ് കിട്ടാത്ത കാരണം ഈ പ്ലാറ്റ്ഫോമിൻ്റെയും ട്രെയിനും നടുക്കുള്ള ഗ്യാപ്പിലേക്ക് പെട്ടെന്ന് വീഴാൻ പോയി. ആ സമയത്ത് പെട്ടെന്ന് പോയി ട്രാക്കിലേക്ക് വീഴുന്നതിന് പകരം പെട്ടെന്ന് പിടിച്ച് പുറത്തേക്ക് ആ നേരത്ത് പെട്ടെന്ന് ചെയ്യാൻ പറ്റി. അതാണ് നടന്നത് ഇന്നലെ. ആക്ച്വലി സംഭവം അതായിരുന്നു. ശ്രദ്ധിച്ചവർ നമ്മൾ ഡ്യൂട്ടിയിലുള്ള എല്ലാവരും വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വിസിലടിക്കുകയും പെട്ടെന്ന് കയറാൻ യാത്രക്കാരോട് പറയുകയും എല്ലാം അവയർനെസ് കൊടുക്കാറുണ്ട്. എല്ലാ വണ്ടി പോകുമ്പോഴും എല്ലാ ഡ്യൂട്ടിക്കാരും അങ്ങനെ ശ്രദ്ധിച്ച് വിസിലടിച്ച് കയറ്റാറുണ്ട്. യാത്രക്കാരോട് ചെയ്യാറുണ്ട്. നമുക്ക് ഓഫീസ് നമ്മുടെ ഇൻഫർമേഷൻ കിട്ടാറുണ്ട്. മെഗാഫോൺ വെച്ച് എല്ലാവരോടും അനൗൺസ് ചെയ്ത് പറയാറുണ്ട്. നമ്മൾ യാത്രക്കാരോട് കൊടുക്കാറുണ്ട്, ഇൻഫർമേഷൻ നമ്മൾ കൊടുക്കാറുണ്ട്. ഇത്തരത്തിലുള്ള അവസ്ഥ മുമ്പ് പലപ്പോഴും നേരിട്ട് വന്നിട്ടുണ്ട്. പ്ലാറ്റ്ഫോമിൽ ഡ്യൂട്ടി ചെയ്യുന്ന ഒരുവിധം എല്ലാവർക്കും ഇത് ഉണ്ടാവും. എത്ര നമ്മൾ പറഞ്ഞാലും യാത്രക്കാർ ഓടുന്ന വണ്ടിയിൽ ഇറങ്ങുകയും കയറുന്നത് കാരണം എല്ലാ ഡ്യൂട്ടിക്കാരും പരമാവധി പറയാറുണ്ട്. എല്ലാവർക്കും ഒരു അനുഭവം ഇതിനു മുമ്പ് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊടുപുഴ നഗരസഭയുടെ ചെയർപേഴ്സണെ മാറ്റുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ലെന്ന് മുസ്ലിം ലീഗ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് KM ഷുക്കൂർ. മുൻ MLA അന്തരിച്ച വാഴൂർ സോമന്റെ 1ാം ചരമവാർഷിക സമ്മേളനത്തിന്റെ നടത്തിപ്പിനായി സ്വാഗത സംഘം രൂപീകരിച്ചു. ഇതോടനുബന്ധിച്ച് നടത്തിയ യോഗം CPI സംസ്ഥാന കൗൺസിൽ അംഗം K. ജോസ് ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. സെൻസസ് മരം നട്ട് കരിങ്കുന്നം സെന്റ് അഗസ്റ്റിൻ സ്കൂൾ. ഇതോടെ 1 മാസക്കാലമായി അധ്യാപകർ നടത്തിയ സെൻസസ് പ്രവർത്തനങ്ങളുടെ 2ാം ഘട്ടത്തിന് പരിസമാപ്തി കുറിച്ചു. സ്കൂളിൽ പരിസ്ഥിതി സംരക്ഷണ ദിനാചരണത്തോടനുബന്ധിച്ചാണ് വ്യത്യസ്തമായ ഈ പരിപാടി നടത്തിയത്. PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ടു പോകുന്ന കാര്യത്തിൽ UDF-നുള്ളിൽ ഇതുവരെ ചർച്ചയൊന്നും നടന്നിട്ടില്ലെന്ന് IUML നേതാവ് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.